നമസ്കാരം, ഞാൻ ശിവമുരളിയാണ്. കലയാഴി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ സെഗ്മെൻ്റാണ്. നമ്മുടെ കോമഡി രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായ താരങ്ങൾ ഈ സെഗ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ്, അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ഇന്നിവിടെ നമ്മുടെ മുന്നിൽ എത്തുന്നത് മറ്റാരുമല്ല, മിമിക്രി കോമഡി രംഗത്തെ ലേഡി സൂപ്പർ സ്റ്റാർ രണ്ട് വ്യക്തികളാണ്. ജാസ്മിൻ മുന്ന, ഷാരി നെടുമങ്ങാട്. അവരുടെ വിശേഷങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ കലാരംഗത്തെ ആഗ്രഹങ്ങൾ, അവരുടെ ഭാവി ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഈ സെഗ്മെൻറ്റിലൂടെ ചോദിച്ചറിയാം. രണ്ടുപേരെയും കലയാഴി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ സ്വീകരണ മുറിയിലെ മിന്നും നക്ഷത്രങ്ങൾ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. കലയാഴി മീഡിയ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ ഷാരി. ഞാൻ താമസിക്കുന്നത് നെടുമങ്ങാടാണ്. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഹസ്ബൻഡും ഉണ്ട്. എൻ്റെ പേര് ജാസ്മിൻ മുന്ന. ഞാൻ ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി. ഞാൻ വിവാഹിതയാണ്. എനിക്ക് 2 മക്കളുണ്ട്. പിന്നെ വഴിയെ നമുക്ക് വിശേഷങ്ങൾ പറയാം. വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയും അച്ഛനും ഹസ്ബൻഡും എല്ലാവരും ഒരുമിച്ച് എൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഉമ്മയും പാപ്പയും കൊച്ചിലെ തന്നെ സപ്പോർട്ടിങ് ആണ്. ഞാൻ കൊച്ചിലെ മുതൽ ഡാൻസ് കളിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. അപ്പോൾ എൻ്റെ അച്ഛനാണ് കൂടുതലും എനിക്ക് പ്രോത്സാഹനം തന്നത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെറിയ വീട്ടിനടുത്തുള്ള എല്ലാ ക്ലബ്ബുകളിൽ, പിന്നെ ബാലസംഘം, ഇങ്ങനെയൊക്കെ അവരുടെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അവിടെ ഡാൻസ് കളിച്ച്, പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറേ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച്, അത് കഴിഞ്ഞ് വേറൊരു ടീം എന്നെ വിളിച്ചു. നമുക്കൊരു ടീമുണ്ട്, അവിടെ കളിക്കാം എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. പിന്നെ അവരുടെ കൂടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് വന്നു. ഇപ്പോൾ ഒരു 17 വർഷമാവും. 17 വർഷം കൊണ്ട് പ്രൊഫഷണൽ സമിതികളിൽ ഡാൻസ് വേറെ ടീമിൻ്റെ കൂടെ കളിക്കുകയും, പിന്നെ അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ടീമിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോമഡി സ്റ്റാറിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട്, നമ്മുടെ ഷീജി മാസ്റ്ററിൻ്റെ ടീമിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് ഞാൻ കയറിയതാണ്. ഡാൻസ് കളിച്ച് നിന്ന സമയത്ത് നമ്മുടെ ശിവമുരളി ചേട്ടൻ്റെ ടീമായ റോക്കിൽ എനിക്കൊരു അവസരം തന്നു സ്കിറ്റ് കളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്കിറ്റ് കളിക്കാൻ കയറി. സ്കിറ്റ് കഴിഞ്ഞ് ജഡ്ജസ് നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി അങ്ങോട്ട് ഡാൻസിന് പോണതിനേക്കാളും കൂടുതൽ അഭിനയത്തിലോട്ട് അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ ഈ സ്കിറ്റിലോട്ട് എൻ്റെ എൻട്രി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡാൻസ് ടീം തുടങ്ങാൻ പറ്റി. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഡാൻസ് ടീം തുടങ്ങിയത്. മോൻസിൻ്റെ ടീമാണ് സ്റ്റൈൽ ഓഫ് ഷാഡോസ്. ഞങ്ങൾക്ക് ഡാൻസ് ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രൊഫഷണൽ മിമിക്രി സമിതി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഗാ മീഡിയ എന്നാണ് സമിതിയുടെ പേര്. മിമിക്രിയിൽ ഒരുപാട് പേരുകേട്ട ചേട്ടന്മാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന സമയം മുതൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഞാനിപ്പോ സമാധിയാവും. സമാധിയായതാണ്, 100% സമാധിയായതാണ്. എനിക്കറിയാവുന്നതാണ്. ഇവർക്ക് കുടുംബത്തോടെ എനിക്കറിയാവുന്നതാണ്. ഈ രാജേഷ് എന്ന് പറയുന്ന പുള്ളിയായിട്ട് ഞാൻ ഒരുപാട് അടുപ്പമുള്ളതാണ്. എന്തിനാണെന്നാ എടാ, അവന്റെ അച്ഛനെ കിട്ടിയില്ല, അവൻ വരൂല. അപ്പൊ നീ അല്ലേ ഇപ്പൊ പറഞ്ഞത് അവനാണ് നീയാണ് അവനെന്ന്? ഇപ്പൊ നീ ജീപ്പിൽ കയറിയല്ലേ? വാ. എന്റെ പൊന്നു സാറേ, ഒരു കഴിവില്ലാത്ത ഞാൻ ക്യാമറ കണ്ടപ്പോ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ കൂടെ പഠിച്ച കുട്ടികളാണെങ്കിലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഡാൻസിനോട് ഭയങ്കര ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു ടീം ഇട്ടു. അത് കഴിഞ്ഞ് പുറത്ത് പ്രോഗ്രാം ചെയ്തതിനിടയ്ക്കാണ് എന്നെ ഒരാൾ, ചേട്ടൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ആ ചേട്ടൻ എന്നൊരു ഷോർട്ട് മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അറിയില്ല എന്ന് ഞാൻ ആദ്യമേ തുടക്കമേ തന്നെ പറഞ്ഞായിരുന്നു, ചേട്ടാ എനിക്ക് അഭിനയത്തിനോട് എനിക്കറിയില്ല. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, എന്തും നമ്മൾ പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്, എല്ലാം പറ്റും, ഇയാളിലൊരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ തന്നെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഷോർട്ട് മൂവി ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ തന്നെ വന്നു. പിന്നെ ഒരു ഷോർട്ട് മൂവി ചെയ്തു. ഞാൻ ചെയ്യുന്ന ഷോർട്ട് മൂവിയുടെ 9th ഐ എന്നായിരുന്നു. ആ ഷോർട്ട് മൂവി നന്നായിട്ട് വിജയിച്ചപ്പോഴത്തേക്ക് എനിക്ക് മീഡിയ, ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കോമഡി സൂപ്പർ നൈറ്റിലായിരുന്നു.
അതുവഴി ഞാൻ കോമഡി ഫീൽഡിലേക്ക് വന്നു. അവധികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടീം ഉണ്ടായിരുന്നു നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ, ഡ്രീംസ് ലാൻഡ് എന്നും പറഞ്ഞിട്ട്. അത് നമ്മുടെ ഡാൻസ് ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരുവനന്തപുരം സിമി സ്റ്റാർ, തിരുവനന്തപുരം ഷോഗൻസ്, തിരുവനന്തപുരം സ്കൈലാർക്ക്, തിരുവനന്തപുരം മാഗ്നറ്റോ, തിരുവനന്തപുരം യൂണിവേഴ്സൽ, അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നുള്ള എല്ലാ സമിതികളിലും പ്രോഗ്രാം ചെയ്യാനൊരു അവസരം കിട്ടി. ഇപ്പൊ ഞങ്ങളുടെ സ്വന്തം ടീമായ തിരുവനന്തപുരം മെഗാമീഡിയയിലാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എന്നെ ഒരുപാട് സമിതികളിൽ ഇങ്ങനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ മെഗാ ഷോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഞാൻ മാഗ്നറ്റ് എന്ന് പറയുന്ന സമിതിയിൽ ഈ ഒരു വർഷം ഫുള്ളായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സന്തോഷം തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും അതിൽ എടുത്തു പറയാൻ 2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡി സ്റ്റാറിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ടീം 4 സ്റ്റാർസിൽ ഞാൻ ഒരു സ്കിറ്റ് ചെയ്തായിരുന്നു. അപ്പം അതെനിക്ക് ഞാൻ ഡാൻസിൽ ഞാൻ ഇങ്ങോട്ട് വന്നതാണല്ലോ. അപ്പം ആ സ്കിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരിശ്രീ യശോൻ സാറ് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ അപ്പം ടീം മെമ്പേഴ്സിനെ മാത്രമാണ് ആ സമയത്ത് ഫ്ലോറിൽ വിളിച്ച് നിർത്തുന്നത് കമൻസ് പറയാനല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എൻ്റെ പേരെടുത്ത് വിളിച്ച് ഫ്ലോറിൽ വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി മുമ്പോട്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, ഇതിലോട്ട് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നല്ല അഭിപ്രായം പറഞ്ഞത് അതെനിക്ക് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ ഡാൻസിന് ഇങ്ങോട്ട് വന്നതല്ലേ, ആ സമയത്ത് നമ്മൾ ഡാൻസ് കളിച്ചിട്ട് പിന്നെ ഒരു അഭിനയത്തിലോട്ട് വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബിനിച്ചേട്ടൻ്റെ സ്പെഷ്യൽ സ്കിറ്റ് ഉണ്ടായിരുന്നു. ആ സ്കിറ്റ് ചെയ്ത് ഒരു ബിരിയാണി, ഒരു ഫുഡിൻ്റെ സ്കിറ്റായിരുന്നു. അപ്പോൾ ആ സ്കിറ്റ് ചെയ്ത് സമയത്ത് ആ സ്കിറ്റ് കണ്ടിട്ട് നമ്മുടെ ഒരു സിനിമ ഡയറക്ടർ ഒരു പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ കൂടെ നിന്ന ചേട്ടന്മാരുടെ കയ്യിൽ നിന്നാണ് നമ്പർ വാങ്ങി വിളിച്ച് സ്കിറ്റ് കണ്ടായിരുന്നു. നല്ല അഭിപ്രായം പറഞ്ഞു. ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ സ്കിറ്റ്, നമ്മുടെ പ്രോഗ്രാമൊക്കെ അവരും കാണുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നല്ല അഭിപ്രായം പറഞ്ഞു, അതൊക്കെ ഭയങ്കര സന്തോഷം. ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഒരുപാട് ഇതുപോലെ ഒത്തിരി സന്തോഷങ്ങളുണ്ട്. പക്ഷേ അതിനുപരിയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഹൊറർ മൂവി ചെയ്യാൻ പറ്റി. മദർ എന്നാണ് അതിൻ്റെ മൂവിയുടെ നെയിം. കേരളത്തിൽ 2 സീരിയൽ ചെയ്തിട്ടുണ്ട്. സത്യം എന്ന പെൺകുട്ടി, പൂക്കാലം വരവായി. ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സീരിയൽ ചെയ്യുന്നത് മഴവിൽ മനോരമയിൽ മഞ്ഞുരുകും കാലമാണ്. അത് കഴിഞ്ഞ് ഫ്ലവേഴ്സിൽ മലർവാടി ചെയ്തു. പിന്നെ ഏഷ്യാനെറ്റിൽ പ്രണയമായി, പാടാത്ത പൈങ്കിളി, അങ്ങനെ കുറച്ച് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം എൻ്റെ വീട്ടിനടുത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനൊക്കെ പറ്റി, അത് കുഞ്ഞിലെ തന്നെയാണ്. അപ്പം അത് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇത് ശമ്പളമായിട്ടൊന്നും കൂട്ടണ്ട എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്നതാണ് 100 രൂപ. എനിക്കത് ഭയങ്കര സന്തോഷം, ഭയങ്കര എന്തോ അന്നത്തെ ഒരു 1000 രൂപ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയുന്നത് വെച്ചാൽ സ്കൂളുകളിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഡാൻസ്. എൻ്റെ സ്കൂളുകളിൽ തന്നെ ഞാൻ കളിക്കും. എൻ്റെ സ്കൂളിൽ ഞാൻ കളിച്ചിട്ട് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത് ഒരു ചെറിയ നോട്ട് പോലെയാണ്. അത് എല്ലാം കൂടി എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100-150 രൂപ ഉണ്ടായിരിക്കും. അത് തന്നെ ഞങ്ങൾ ഏറ്റവും വലിയ പ്രതിഫലം. ഫസ്റ്റ് എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ അവരോട് പ്രതികരിക്കാൻ പോകില്ല. അതാണ് എനിക്ക് എന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം തോന്നാൻ. ഞാൻ അങ്ങോട്ട് പ്രതികരിക്കാൻ പോകില്ല, ഞാൻ അത് ഉള്ളിൽ വെക്കുകയുള്ളൂ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സ്വഭാവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരാള് വരുവാണ്, ഓക്കെ, പക്ഷെ എനിക്ക് ആ ആളിനോട് സംസാരിക്കാൻ ഞാൻ കാണിക്കുന്ന ഒരു ഇഷ്ടം, എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും മാറ്റി നിർത്തില്ല. എന്നെ കൊണ്ട് എത്രയും സന്തോഷമായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ പറ്റും അത്രയും സന്തോഷമായിട്ടും സ്നേഹത്തോടു കൂടി ഞാൻ പെരുമാറും. ആ ആൾക്ക് എന്നോട് ഒരു ഇഷ്ടം ഞാൻ വരുത്തി. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഫീൽഡിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് തന്നെയാണ്. കലാ ഫീൽഡിൽ നല്ലൊരു അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ആവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ദൈവം സഹായിച്ച് ഇപ്പോ കുറച്ച് നല്ല നല്ല മൂവീസും എല്ലാം എന്നെ വിളിക്കുന്നുണ്ട്. ഇതിൽ ഉപരിയായിട്ട് നല്ല രീതിക്ക് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്.
ഇവിടുന്ന് തന്നെ പഠിവെച്ച് നമുക്ക് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യണം. ബിഗ് സ്ക്രീനിൽ നല്ലൊരു വേഷം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഇപ്പോൾ 2-3 അവസരങ്ങൾ എനിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യണം. നല്ലൊരു മുന്നേ പറഞ്ഞ പോലെ നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മുമ്പോട്ട്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു ആഗ്രഹമൊന്നും വരാറില്ല അല്ലേ? അത് തന്നെയാണ് ആഗ്രഹം. ബ്ലാക്ക് എല്ലോ, അപ്പോ ഗ്രീൻ പീസ്, ചോറ്, 3 6 ഫ്രോക്ക്, സാരി, കഴക്കൂട്ടം, 3 ഓട്ടോ, കാർ, ലാലേട്ടൻ, ലാലേട്ട്, ഉർവശി ചേച്ചി, ഏറ്റവും ഇഷ്ടമാണ് വിശ്വനാഥ്, മഹാത്മാ ഗാന്ധി, APJ അബ്ദുൽ കലാം, MG ശ്രീകുമാർ, ശ്രീധർ, ചേച്ചി. ഒത്തിരി കൂട്ടുകാരിമാരുണ്ട് എങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അതില് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഷാരിമോളുണ്ട്, അതുപോലെ എൻ്റെ സജന കുട്ടിയുണ്ട്, അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ആശ. ഇവര് 3 പേരും തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മുടെ ഭയങ്കര ഗായകരൊന്നുമല്ല, എന്നാലും ശ്രമിക്കുക. അങ്ങ് വാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തിലെ നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങും പതുങ്ങിയല്ലോ. താരക്കോളുക്കുള്ളൊരാ ചെലയ്ക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ടു മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് പൊന്നെ, തളരാതെ ഊമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്